കാസർഗോഡ് മിഞ്ചി പദവിൽ ഇൻഡോസൾഫാൻ കുഴിച്ചുമൂടിയത് അശാസ്ത്രീയമായ രീതിയിലെന്ന പരാതിയിൽ കേന്ദ്ര സംസ്ഥാന മലിനീകരണ ബോർഡുകൾക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നോട്ടീസ് കിട്ടി. വിദഗ്ധ സമിതി പഠനം നടത്തി ജനുവരി 2-ാം തീയതിക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. കേന്ദ്ര സംഘം നാളെ കാസർഗോഡെത്തും. ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻഫോഗ് നൽകിയ പരാതിയിലാണ് നടപടി. അരുൺ പൂപ്പറമ്പ് ചേരുന്നു കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇത് എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയത് കാസർഗോഡ് ജില്ലയിലെ അതിർത്തി ഗ്രാമപ്രദേശമായ കാറടുക്ക പഞ്ചായത്തിലെ മിഞ്ചിപ്പദവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് 2000-ൽ എൻഡോസൾഫാന്റെ നിരോധനം ജില്ലയിൽ ഏർപ്പെടുത്തിയ ഘട്ടത്തിലാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ നേതൃത്വത്തിൽ അവരുടെ ജീവനക്കാരാണ് ഈ എൻഡോസൾഫാൻ കീടനാശിനി അവിടെ ഒരു വലിയ കുഴി കുഴിച്ച് അവിടെ കുഴിച്ചു മൂടിയത്. ആ ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനം, ഇത് അശാസ്ത്രീയമായ രീതിയിലാണ് കുഴിച്ചു മൂടിയത്, ഇത് നിർവീര്യമാക്കാതെ കുഴിച്ചു മൂടിയാൽ അതിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം കളയാൻ സാധിക്കില്ല എന്നുൾപ്പെടെയുള്ള വിമർശനം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. പിന്നീട് 2006-ലും 2014-ലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായി നടന്നു. അത് അശാസ്ത്രീയമായ രീതിയിലാണ് കുഴിച്ചു മൂടിയത്, അതിൻ്റെ സാന്നിധ്യം ഈ ഭൂഗർഭജലത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന ഒരു വാദം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ആ സമയം പ്രതിഷേധങ്ങൾ ഉയർന്ന സമയത്തൊക്കെ സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട ചില വിദഗ്ധ സമിതികളെയും സംഘങ്ങളെയും കാസർഗോഡ് അയക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഈ ഉയർത്തുന്ന വാദങ്ങൾ ശരിയല്ല എന്ന തരത്തിലാണ് ആ ഘട്ടത്തിലുള്ള റിപ്പോർട്ട് നൽകിയത്. ഇപ്പോൾ ഈ ഉടുപ്പിയിലെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻഫോഗ് നൽകിയിട്ടുള്ള ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ ഹരിത ട്രിബ്യൂണലിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഈ ജനുവരി 2-നകം ഇതിൽ കേന്ദ്ര സംസ്ഥാന മലിനീകരണ ബോർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി അയച്ച് അവിടെ പഠനം നടത്തി ഈ ജനുവരി 2-നകം വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്നതാണ് ഇപ്പോൾ ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ രവീന്ദ്രനാഥ് ഷാൻഫോഗ് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് അദ്ദേഹം ഇതിൻ്റെ ശാസ്ത്രീയമായ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ നിർവീര്യമാക്കാതെ ഈ എൻഡോസൾഫാൻ കുഴിച്ചു മൂടിയതിനാൽ അത് പൂർണ്ണമായും തന്നെ അത് നശിക്കപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ ഭൂഗർഭജലത്തിൽ ഇതിൻ്റെ സാന്നിധ്യം കാലക്രമേണ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാദങ്ങളാണ്. അതിന് ശാസ്ത്രീയമായ ചില തെളിവുകൾ കൂടി ഈ ഹരിത ട്രിബ്യൂണലിന് മുന്നിൽ ഈ ഷാൻഫോഗ് സമർപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പരാതി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ഇപ്പോൾ ഈ മലിനീകരണ ബോർഡുകൾക്ക് ഈ ഹരിത ട്രിബ്യൂണൽ നൽകിയിട്ടുള്ളത്. എന്തായാലും നാളെ കാസർഗോഡ് കേന്ദ്ര സംഘം എത്തും എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അവർ വിശദമായി ഈ മിഞ്ചി പദവിയിലെത്തി അവിടുത്തെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് നൽകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ കേന്ദ്ര സംഘം പരിശോധിച്ച് അവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടാണ് നൽകുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിന് അത് തിരിച്ചടിയാകും. കാരണം 2 തവണ വിദഗ്ധ സമിതി അയച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, അതായത് എൻഡോസൾഫാൻ കുഴിച്ചു മൂടിയതിൽ പിന്നീട് അതിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല എന്ന തരത്തിൽ റിപ്പോർട്ട് നൽകിയതാണ്. അതിന് വിഭിന്നമായിട്ടുള്ള റിപ്പോർട്ടാണ് ഈ കേന്ദ്ര സംഘം നൽകുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകും. ഈ ഷാൻഫോഗ് നൽകിയിട്ടുള്ള പരാതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ശാസ്ത്രീയമായ പഠനത്തിൽ ഈ 2000-ന് ശേഷം ഇത് കുഴിച്ചു മൂടിയതിന് ശേഷവും ഈ മിഞ്ചി പദവിലും സമീപ വില്ലേജുകളിലും ഉണ്ടായിട്ടുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് കൂടിയുള്ള വാദം കൂടി അയാൾ അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും വിദഗ്ധ സംഘം നാളെ കാസർഗോഡ് എത്തും. വിശദമായ പഠനം നടത്തിയ ശേഷം ജനുവരി 2-നകം റിപ്പോർട്ട് സമർപ്പിക്കും. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നേരിട്ട് നമുക്കൊപ്പം ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.